ഹലോ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടെൻ്റെ കണ്ടിന്യൂ ആണ് കേട്ടോ. ഞങ്ങൾ ട്രിക്കേ മ്യൂസിയം കണ്ടു കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെയായിരുന്നു സിലോസ ബീച്ച്, സെൻറ്റോസയിലെ തന്നെയാണ് കേട്ടോ. അപ്പം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച ഒരുപാട് ദൂരമൊന്നും നടക്കാനില്ല, നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലെ കാഴ്ച ഒന്നും പറയാനില്ല, അടിപൊളി മാരക വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ ലിഫ്റ്റ് ഇറങ്ങിയത് ഒരു ബ്രിഡ്ജിലോട്ടായിരുന്നു. ആ ബ്രിഡ്ജിലും അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു, അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ബ്രിഡ്ജിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്, നല്ല അടിപൊളി വ്യൂവും അതിനനുസരിച്ച് നല്ല കാറ്റും. സോ ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. ഈ കാണുന്ന ബീച്ചാണ് കേട്ടോ സിലോസ ബീച്ച്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓൾറെഡി ഞങ്ങൾ ബീച്ചിലോട്ട് വരാൻ തന്നെ വിചാരിച്ച്, അതിനുവേണ്ടി ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്താണ് വെള്ളത്തിലോട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിനുള്ള ടൈം ഉണ്ടായില്ല. ഇപ്പം തന്നെ ഒരുപാട് ടൈമായി. അപ്പോൾ ഞങ്ങൾ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, അപ്പോൾ സൺസെറ്റ് കണ്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച്, മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോകാണ് കേട്ടോ. ബീച്ച് സിലോസ ബീച്ച് ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇത്രത്തോളം ഭംഗിയുണ്ടെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അത്ര ഭംഗിയായിരുന്നു. ഈ ബീച്ചിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. വോളിബോൾ, സർഫിംഗ്, കയാക്കിംഗ്, DJ പാർട്ടി, നൈറ്റ് ലൈറ്റ് ഷോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബീച്ച് കണ്ടപ്പോൾ നമ്മുടെ പണ്ടുള്ള നോട്ട്ബുക്കിലൊക്കെ ഫ്രണ്ട് പേജിൽ സീനറീസ് ഉണ്ടാവില്ലേ, അതാണ് പെട്ടെന്ന് ഓർത്ത് പോയിട്ട്. അത്രയും നല്ല ഭംഗിയായിരുന്നു കാണാൻ തന്നെ. അതേപോലെ സന്ധ്യാസമയം ആയിക്കഴിഞ്ഞാൽ അതേ സെയിം നമ്മൾ ആ കാണുന്ന നോട്ട്ബുക്കിൽ ആ സീനറി പോലെ തന്നെയായിരുന്നു. അപ്പോൾ സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ചത് ഈ തെങ്ങിൻ്റെ താഴെയായിരുന്നു കേട്ടോ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇരുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പുറത്തൊരു ബ്രിഡ്ജ് കാണുന്നത്. ആ ബ്രിഡ്ജിനപ്പുറത്തേക്ക് കുറേ പേര് പോകുന്നുണ്ട്. അപ്പോൾ ശരി, എന്തായാലും ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണുന്നതിനേക്കാളും നല്ലത് ആ ബ്രിഡ്ജിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല അടിപൊളി സൺസെറ്റ് കാണാനാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ബ്രിഡ്ജിലോട്ട് പോവാണ് കേട്ടോ. അവിടെ കുറേ ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഹോട്ടൽസിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റിയില്ല, അതിന് ടൈമില്ല. അപ്പോൾ ഞങ്ങൾ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്ന് ആ പാറക്കെട്ടിൻ്റെ മേലെ കയറിയിരുന്നു. അതിന് താഴേക്ക് നല്ല ആഴത്തിലേക്കുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഈ കാണുന്ന കപ്പലുകളെയൊക്കെ എണ്ണി കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും സൺസെറ്റ് ആവാറായിട്ടോ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. സത്യം പറയാലോ, അവിടെ നിന്ന് വരാൻ തോന്നില്ല. ഈ നേച്ചർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം തന്നെയല്ലേ. സിലോസ ബീച്ചിലെ നൈറ്റ് ലൈറ്റ് ഷോ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ നിൽക്കുന്നില്ല. ഇനി നെക്സ്റ്റ് ടൈം വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ബൈ ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.